നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 11/5/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില ശുഭപ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകരും വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 257, RSS 5 കിലോ 253, ISN 20 210, ലാറ്റക്സ് 60% ആഴ്ചയിൽ 161.70 രൂപ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 257, RSS 5 കിലോ 253. ഇതാണ് കൊച്ചി വില. ഈ കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 247, ലോട്ട് കിലോ 210 മുതൽ 215 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 156, 60% DRC ഒട്ടുപാൽ കിലോ 117. ഇനി കേരളത്തിലെ വ്യാപാരികളൊക്കെ ഉണ്ട്. വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 249, RSS 5 കിലോ 255, ISN 20 203 മുതൽ 203.50 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 138 രൂപ മുതൽ 151 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 222 രൂപ, ഫാക്ടറി വില 232 രൂപ. 25% DRC 200 ലിറ്റർ പാലിന് 11,100 രൂപ, 30% DRC 200 ലിറ്റർ പാലിന് 13,320 രൂപ, 35% DRC 200 ലിറ്റർ പാലിന് 15,540 രൂപ, 40% DRC 200 ലിറ്റർ 17,760 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 259, RSS 5 കിലോ 245, ISN 20 203 മുതൽ 203.50 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 138 മുതൽ 151 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. എന്തായാലും റബ്ബർ വില അനുദിനം വർദ്ധിച്ച് വളരെയേറെ സന്തോഷമുണ്ടെങ്കിലും റബ്ബർ കർഷകർക്ക് വളരെ നിരാശയാണ്. ഇനി റബ്ബർ ടാപ്പിംഗ് തുടങ്ങണമെങ്കിൽ ഭൂമി നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ടാപ്പിംഗ് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഫ്രഷ് കട്ട് ചെയ്ത് ഇനി പോച്ചയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ റബ്ബർ തൊഴിലാളികളും ടാപ്പ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അവർക്ക് കൂലി ഇപ്പോൾ വെട്ടിയിടുന്നതിന് മാത്രം 2 രൂപയും ബാരലൊഴിക്കുന്നതിന് 2.5 രൂപയും മറ്റേ അയയിൽ ഷീറ്റ് അടിച്ചിടുന്നതിന് 3 രൂപയാണ്. ഇങ്ങനെ കൂലി കൊടുത്ത് യഥാർത്ഥത്തിൽ റബ്ബർ കർഷകർക്ക് വളരെയേറെ പ്രയോജനമില്ലാത്ത സംഗതി തന്നെയാണ്. കാര്യം അവർക്ക് കൂലി കൊടുക്കാൻ മാത്രമേ തികയത്തുള്ളൂ. പക്ഷേ 300 രൂപ ആയിക്കഴിഞ്ഞാൽ കർഷകർക്ക് ചെറിയ പ്രയോജനം കിട്ടും. കട്ട് 1 മണിക്കൂർ ചെയ്യുന്നതിന് 350 രൂപയാണ് ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തൂമ്പ വെച്ചോ കുന്താലി വെച്ചോ റബ്ബർ പുരയിടം ഒരിക്കലും കളയ്ക്കാൻ പാടില്ല. അതിൻ്റെ വേരുകളെല്ലാം ചെറിയ വേരുകളെല്ലാം മുകളിലാണ് നിൽക്കുന്നത്. അന്നേരം ആ വേരുകൾ പൊട്ടിപ്പോയാൽ റബ്ബർ ടാപ്പിങ്ങിനെ പ്രതികൂലമായി ബാധിക്കും. വളമിടുമ്പോൾ തന്നെ തൂമ്പ വെച്ച് മാന്തുകയും ചെയ്യാൻ പാടില്ല. വളമിടുന്നത് യഥാർത്ഥത്തിൽ കരിയില മാറ്റി വളമിടുകയാണ്. എന്നിട്ട് കരിയില അതിന് മുകളിൽ വാരിയിടുന്നതാണ് ഏറ്റവും നല്ലത്. പ്രതികൂല കാലാവസ്ഥയിൽ ഒരിക്കലും രാസവളങ്ങൾ വാരി ഇടരുത്. അങ്ങനെ ഇട്ടാൽ വേരുകൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.